എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്ന് എന്താണ് പരിപാടി? നമുക്ക് ആർട്സ് ഡേ ആണ്. എന്താണ് പറയാനുള്ള ആർട്സ് ഡേയെ പറ്റി? കുഴപ്പമില്ല, ഐറ്റംസ് കുറവാണ്, അതിൻ്റെതായ പരിമിതികളും. പിന്നെ എന്തൊരു സുഖം. ഇന്ന് ആർട്സ് ഡേ ആണ്. ഞങ്ങൾ ഇങ്ങനെ ആർട്സ് ഡേയുടെ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താണ് ഒരു വൈബ് കിട്ടുന്നില്ല നമുക്ക്. എനർജി ആവണമെങ്കിൽ ഉച്ച കഴിയണം. അതിന് പാട്ട് ഉച്ച കഴിഞ്ഞ് പരിപാടിയൊന്നുമില്ല. ഉച്ച കഴിഞ്ഞ് പരിപാടിയൊന്നുമില്ല, വീട്ടിൽ പോകാം. ಅಷ್ಟವಕ್ರ ನದಿಗಳ ಸುಖ All the best. ഇവിടെ മെഹന്തി മത്സരം നടക്കുകയാണ്. നമ്മുടെ 2 ജൂനിയേഴ്സ് ഉണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ പിള്ളേരുണ്ട് അവിടെ, റഫീഖ് അനിയുണ്ട് അവിടെ. നമ്മുടെ മെഹന്തി മത്സരം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇട്ടത്? റീഫ. പറയൂ, പക്ഷേ എന്താണ് പറയുന്നത്? ആർട്സ് ഡേ അല്ലേ, നമ്മൾ ഇഷ്ടംപോലെ പരിപാടിയൊക്കെ കണ്ടു. കുറച്ച് പരിപാടിയുള്ളൂ കമ്പാരിറ്റീവ്. അങ്ങനെ കുറച്ച് ഞാൻ 2 പരിപാടി അവതരിപ്പിച്ചു. 2ന് ഫസ്റ്റ് കിട്ടി. ആൾക്കാർ വേറെ ആരുമില്ലേ? നമ്മൾ പാർട്ടിസിപ്പൻസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി പ്രോഗ്രാംസ് കുറവാണ്. എല്ലാവരും പഠിത്തത്തിലോട്ടാണ് ഇപ്പോൾ. കോൺസെൻട്രേഷൻ ആർട്സിലൊന്നും ആർക്കും വേണം. കൾച്ചറൽ ആക്ടിവിറ്റീസിലൊന്നും ആൾക്കാർ പങ്കെടുക്കില്ല. നമ്മളത് പ്രോത്സാഹിപ്പിക്കണം എല്ലാവരെയും. നമ്മൾ തന്നെ മുന്നോടിയായിട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ ആളില്ലാത്ത ഐറ്റത്തിന് തന്നെ പോയി പേര് കൊടുക്കും. 2 കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ കിട്ടി. വേറെ ആൾക്കാരൊന്നും ഇല്ല. അവിടെ വർത്താനം പറഞ്ഞിരുന്ന ഷൈനോ. ഹായ് ഷൈനോ. ഹൈ ഹൈ ഹൈ. ഫോട്ടോയിലെ വീഡിയോ. ഹായ് ഹായ്. ശിവത പുറകിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ എൻ്റെ കോമഡി നമുക്ക് കണ്ട് ചിരിച്ചവർ കരഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിനക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ട്.